തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല നമ്മളാരും തീരുമാനമെടുക്കാത്തത്, മറിച്ച് പേടി കൊണ്ടായിരിക്കും അല്ലേ? ഈ പേടിയെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് ആലോചിച്ചായിരിക്കും. ചിലപ്പോൾ സൊസൈറ്റി അല്ലെ ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് കരുതും, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും. ചിലപ്പം നിങ്ങൾക്കൊരു പെർഫെക്ഷൻ ആവശ്യപ്പെടുന്നവരാണ്, എൻ്റെ തീരുമാനം തെറ്റരുതെന്ന് തോന്നുന്നവരായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ തീരുമാനം എടുക്കാത്തത്. പക്ഷേ നമ്മുടെ ഗ്രോത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തീരുമാനം എടുക്കുക. അത് പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. കാരണം വേറൊന്നുമല്ല, റിസ്ക് എടുത്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാകത്തുള്ളൂ. അത് പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം. ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫ് ബെറ്റർ ആകുമെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ ആ തീരുമാനം എടുക്കാതിരിക്കണം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു അവസ്ഥ, എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റിപ്പോയേക്കാം, ആളുകൾ നിങ്ങളെ കുറ്റം പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫ് അതുകൊണ്ട് ബെറ്റർ ആകുമെങ്കിൽ നിങ്ങൾക്കതല്ലേ നല്ലത്? ഈ പേടിയെന്നുള്ളത് നമ്മുടെ ഗ്രോത്തിൽ എന്തായാലും മാറ്റി വെക്കേണ്ട ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, ആളുകൾ പറയും, ഇതിങ്ങനെയൊക്കെയാണ് ലൈഫ്, ഇതൊക്കെ ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിച്ചത്, സാരമില്ല. അങ്ങനെ നമ്മളെ ഒരു ഷെൽട്ടറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് സമ്മതിക്കുകയല്ല, നമ്മളുടെ സമൂഹം സമ്മതിക്കുകയല്ല. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിച്ചത്, അല്ലെങ്കിൽ നീ പോര്, പേടിക്കണ്ട, സാരമില്ല, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ പലരും ഉണ്ടായിരിക്കും. നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ നിന്നാൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാകുകയില്ല. ചിലർക്ക് ജോലിക്ക് പോകാൻ പേടിയുള്ളവരുണ്ട് അല്ലേ? അതായത് വീട്ടുകാർ സമ്മതിക്കാത്തതിൽ പോകാൻ പേടിയുള്ളവരുണ്ട്. നിങ്ങളൊരു തീരുമാനം എടുക്കുക, നിങ്ങളുടെയാണ് ലൈഫ്. അത് സക്സസ് ആയാലും ഫെയിലായാലും നിങ്ങൾ മാത്രമായിരിക്കണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്, അല്ലാതെ സമൂഹത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. താങ്ക്